Hi dears, Assalamu alaikum. Welcome to Shamna's Kitchen. ഇന്ന് ഞാൻ ഷവർമ പോളന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല ഈസിയാണ് ഉണ്ടാക്കി എടുക്കാൻ എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വേണമെങ്കിൽ ഷവർമ കേക്ക് എന്നും പറയാം. ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് മസാല പുരട്ടിയിട്ടും നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മസാല പുരട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തത്. കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റും, പിന്നെ ചെറിയൊരു സവാളയും, പിന്നെ 2-3 അല്ലി പച്ചമുളകും, ചെറിയൊരു തക്കാളിയാണ് എടുത്തത്. സാധാ ഷവർമക്ക് എടുക്കുന്ന വെജിറ്റബിൾസൊക്കെ തന്നെയാണ് എടുത്തത്. ഇനി നമ്മുടെ പോള റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു ബാറ്റർ റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തത്. അപ്പോൾ ആ 5 മുട്ടയും നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇപ്പോൾ ആ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്, തൊലിയെല്ലാം കളഞ്ഞിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ആ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പാണ് എടുത്തത്. അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ബാറ്റർക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നല്ല ലൂസും പാടില്ല, നല്ല ടൈറ്റും പാടില്ല. ഈ ഒരു അളവാണ് കറക്റ്റായിട്ടുള്ള അളവ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ മുട്ടൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാനും നമ്മുടെ ബാറ്ററിന് കുറച്ചൊരു എരിവുണ്ടാവാനും കുറച്ച് കുരുമുളക് ചേർത്തിട്ട് ഒന്നുകൂടി നടിച്ചെടുക്കുക. എന്നിട്ട് ഞാനിതിനെ 2ആയിട്ട് ഭാഗിക്കുകയാണ്. കറക്റ്റായിട്ട് 2 ബൗളെടുത്തിട്ട് 2ലും സെയിം ആയിട്ട് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക നിങ്ങൾ എന്തായാലും. ഇനി ഞാനിതിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. നമുക്കിതിൽ വെക്കാനുള്ള ഫില്ലിങ്ങാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതാ വലിയൊരു ബൗളെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജും സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് കൈക്കൊണ്ടൊന്ന് പിച്ചതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെപ്പർ, എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്ര ചേർത്തിട്ട് മിക്സ് ആക്കി നോക്കാം. അപ്പോൾ ഈ ഒരു മയോണൈസ് ചേർക്കണം നിർബന്ധമില്ല. ഇതിന് പകരം നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പം മയോണൈസ് കയ്യിലുണ്ടെങ്കിൽ മയോണൈസ് തന്നെ ചേർക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം ഞാനിതാ കുറച്ചുകൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ബാറ്ററിന് കുറച്ചെടുത്ത് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് നമ്മുടെ ബാറ്ററിന് കുറച്ചെടുത്ത് മിക്സ് ആക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല എന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററും ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റവ് ടോപ്പിൽ ഇതേപോലൊരു പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ പാന് നന്നായിട്ടൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബൗളിലുള്ള ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ വെച്ച് കൊടുക്കുക, കൂടുതൽ അങ്ങ് താഴ്ന്നു പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ടുള്ള പരുവാണെങ്കിൽ നമ്മുടെ ഈ മിക്സ് വെക്കുമ്പോൾ താഴ്ന്നു പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൊത്തം മിക്സും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് മൊത്തം വെച്ചാൽ നമ്മൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതലായിട്ട് അങ്ങ് സൈഡിലേക്ക് പോവാത്ത രീതിയിൽ വെക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബേക്ക് ആയി വരുമ്പോൾ പുറത്തേക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വരും. ഇനി നമുക്ക് ഈ 2ാമത്തെ ബൗളിലുള്ള ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡിലേക്കൊക്കെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നടുക്ക് ഒഴിച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതാ 2ാമത്തെ ബാറ്റർ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ 2ആയിട്ട് ഭാഗിച്ചത് അടിയിലും മുകളിലും ഒരേ കട്ടിക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അതാ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 28 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കായിനോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. ഇപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാനിലേക്ക് തിരിച്ചിടണം. അത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം തിരിച്ചിടുക കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടിട്ട് നേരെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ ദാ ഇതേപോലെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഷവർമൻ്റെ അതേ ടേസ്റ്റിലുള്ള ഷവർമ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ പോള. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫാമിലിയിലും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിലൂടെ പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.